ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ അതെങ്കിൽ നമ്മൾ ചേമ്പ് പൂള് വെട്ടിയിട്ട് ചാണാനകത്ത് മുക്കി വെച്ചായിരുന്നല്ലേ. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. ദേ നമ്മുടെ ചേമ്പ് ഇനി ഉണങ്ങാനുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ ഇതല്ലേ ആയുള്ളൂ. അപ്പോഴേ ഇത് ഇങ്ങനെ ചാണാൻ മുക്കി വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് പന്നലാവാതെ ഇരിക്കുവേ. ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് പൂള് വെട്ടി വെച്ചേക്കുന്നത്. ഒരു പൂളിന്, അതായത് ഒരു ചേമ്പിൻ്റെ കുണ്ട പൂള് വെട്ടി വെച്ചേക്കുന്നതിന് നമുക്ക് 5 രൂപ, 6 രൂപ, 7 രൂപയൊക്കെ വാങ്ങാം. ഞാനിപ്പോൾ 5 രൂപയ്ക്കാണ് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. 10 രൂപയ്ക്കും കിട്ടുന്നവരുണ്ട്. അപ്പോൾ 5 രൂപയ്ക്ക് അത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചേക്കുക. അതായത് ചേമ്പില്ലാത്ത കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേമ്പുണ്ടോ നടാനും കൊണ്ട്, ചേമ്പിൻ്റെ കുണ്ട ഉണ്ടെങ്കിൽ തരണേന്നൊക്കെ പറയാം. അന്നേരം ഇങ്ങനെ നമ്മൾ പൂള് വെട്ടി വെക്കുമ്പോൾ അവർക്ക് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചാണകം മുക്കി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കേടാവാതെ ഇങ്ങനെ നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാനുള്ള സാധനമല്ലേ. ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അത്രത്തോളം നല്ലതായിട്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ആണെങ്കിൽ സാധാരണ ഞാൻ നടുമ്പോഴെന്ന് വെച്ചാലേ ചേമ്പിൻ്റെ കുണ്ട എടുത്ത് അപ്പം തന്നെ പൂള് വെട്ടി ചാണാനകത്തൊന്നും മുക്കുന്നില്ല. നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് തടം എടുത്തിട്ട് ഈ പറഞ്ഞ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട്, ചാണകപ്പൊടിയാണ് മെയിന്, ചാണകപ്പൊടിയും ചാമ്പലുമാണ് മെയിന്. ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നടാറാണുള്ളത്. അതേപോലെ തന്നെ ചേനയാണെങ്കിലും ശരി, എല്ലാവരും പൂള് വെട്ടിയിട്ട് ചാണാനകത്തൊക്കെ മുക്കി വെച്ചിട്ടൊക്കെയാണ് നടുന്നത്. ഞാനാണെങ്കിലും ചേനയാണെങ്കിൽ പൂള് വെട്ടി അന്നേരം തന്നെ അങ്ങ് നടുകയാണ് ചെയ്യുന്നത്. ചാണാനകത്ത് മുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും കൃഷി ചെയ്യാം. ശരി ഫ്രണ്ട്സ്.